ഇപ്പം വീണ്ടും ഒരു പേഷ്യൻ്റെ പൊസിഷൻ ഡിസ്കഷനാണ്. അപ്പം DVT അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട പൊസിഷൻ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഫക്റ്റഡ് ആയിട്ടുള്ള ലെഗ് എലിവേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം അതാണ് പേഷ്യൻറ്റിന് ലൈയിങ് ഡൗൺ വിത്ത് അഫക്റ്റഡ് ലെഗ് എലിവേറ്റഡ്. അപ്പം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ കൂടും. ഗ്രാവിറ്റി അനുസരിച്ച് നമ്മൾ പൊക്കി വെക്കുമ്പം, എലിവേറ്റ് ചെയ്ത് വെക്കുമ്പം ബ്ലഡ് ഫ്ലോ കൂടുകയും അതുമാത്രമല്ല വീനസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രഷർ കുറയുകയും ചെയ്യും. അപ്പോൾ ആ ഫ്ലോ കൂടുന്നത് കൊണ്ട് എഡിമയും പെയിനും റെഡ്യൂസ് ചെയ്യുക കാലയിലെ. അപ്പം അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു എക്സ്ട്രിമിറ്റി ഏതാ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പം അതാണ് അതിൻ്റെ ഒരു മേജറായിട്ടുള്ള റീസൺ. അപ്പം ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും ചില സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ ഇപ്പോൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പ്രിവെൻറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് എന്ത് ചെയ്യണം, അങ്ങനെ ക്വസ്റ്റ്യൻസ് പല രീതിയിലും വരാം. അപ്പം DVT റിലേറ്റഡ് ഒരു പൊസിഷനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അഫക്റ്റഡ് എക്സ്ട്രിമിറ്റി എലിവേറ്റ് ചെയ്ത് വെക്കണം. അല്ല ഇനിയിപ്പോൾ പ്രിവെൻഷൻ ആണെങ്കിൽ എക്സ്ട്രിമിറ്റീസ് എലിവേറ്റ് ചെയ്ത് വെക്കണം എന്ന് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി. ഓക്കെ.